ലുഥറൻ അവർ മിനിസ്ട്രീസ് ക്രിസ്ത്യൻ മീഡിയ സെന്റർ സ്വർഗസുധ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ സ്വാഗതം. ധ്യാനവചസ്, ദൈവസംഗീതം, സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്, കുട്ടികളും ഞാനും, ദൈവസന്നിധി തുടങ്ങിയ 5ഓളം സെഗ്മെന്റുകൾ കോർത്തിണക്കിയ പ്രോഗ്രാമാണ് സ്വർഗസുധ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾക്കേവർക്കും അനുഗ്രഹപൂർണ്ണമായെന്ന് കരുതുന്നു. അധികം മുഖവുരവൊന്നും കൂടാതെ തന്നെ നമുക്ക് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. ആദ്യ സെഗ്മെന്റ് ധ്യാനവചസ്. എല്ലാവരും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ ആയിരിക്കുക. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചുരുക്കമായ ചിന്തയ്ക്ക് അടിസ്ഥാനമായി എടുത്തിരിക്കുന്ന വചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 33-34 വാക്യങ്ങൾക്ക് ഉള്ളിൽ നിന്നാണ്. അവിടെ 34-ാമത്തെ വാക്യത്തിൽ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആർ എന്ന ഒരു ചോദ്യം നമുക്ക് കാണാൻ സാധിക്കും. ഈ ചോദ്യം ഇവിടെ ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായ ഒരു ചെറിയ തർക്ക വിഷയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ എപ്പോഴും മുൻപിൽ നിൽക്കുവാൻ, ഉയരങ്ങളിൽ നിൽക്കുവാൻ, അല്ലെങ്കിൽ ഒന്നാമനായി നിൽക്കുവാൻ, നേതൃസ്ഥാനത്ത് നിൽക്കുവാൻ ഒക്കെയുള്ള ആഗ്രഹം എല്ലാവരിലും ഉണ്ട് എന്നതാണ് സത്യം. കുടുംബത്തിലാണെങ്കിലും, സഭയിലാണെങ്കിലും, സമൂഹത്തിലാണെങ്കിലും, ജോലി സ്ഥലങ്ങളിലായിരുന്നാലും എല്ലായിടത്തും തന്നെ ഒന്ന് മുകളിലേക്ക് ഉയർത്തിക്കാണിക്കുവാനുള്ള വ്യഗ്രത എല്ലാ മനുഷ്യരിലും സ്വതവേ ഉണ്ട് എന്നതാണ് സത്യം. എന്നാൽ പലപ്പോഴും മനുഷ്യൻ തൻ്റെ ഉയർന്ന സ്ഥാനത്തെ മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടമാക്കുന്നതിനായി കൂടെയുള്ളവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഇകഴ്ത്തിക്കാണിക്കുവാനുള്ള ശ്രമം ധാരാളമായി നടക്കുന്നുണ്ട് എന്നതാണ് സത്യം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറവുകളെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് അവരെല്ലാവരും എന്നേക്കാൾ മോശമാണ്, അല്ലെങ്കിൽ എനിക്കും താഴെയാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു മനോഭാവം പൊതുവായി മനുഷ്യരിൽ പ്രകടമായി കാണാം. എന്തായിരുന്നാലും ശരി, നേതൃത്വ സ്ഥാനത്തേക്കുള്ള ആഗ്രഹം ഇവിടെ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നത് ഈ തർക്ക വാക്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് മുൻപത്തെ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് തനിക്ക് സംഭവിക്കുവാനുള്ള കഷ്ടപ്പാട്, മരണത്തെക്കുറിച്ച് ഇങ്ങനെ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവ് ഇതൊക്കെ പറഞ്ഞെങ്കിലും ശിഷ്യന്മാർ അത് ഗ്രഹിച്ചില്ല എന്നാണ്. അപ്പോൾ കർത്താവ് ഈ ഭാഗത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് കഷ്ടതയിലൂടെയും ത്യാഗത്തിലൂടെയും കടന്ന് മുൻപിലേക്ക്, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക്, ഉയർച്ചയിലേക്ക് എത്തുക എന്നുള്ളതിനെക്കുറിച്ച് ആയിരുന്നു. അത് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള കാര്യങ്ങളാകയാൽ കർത്താവ് അതിങ്ങനെ ശിഷ്യന്മാരുടെ മുൻപിൽ കൃത്യമായ രീതിയിൽ പ്രവചന രൂപേണ വെളിപ്പെടുത്തിയെങ്കിലും ശിഷ്യന്മാർ അതൊന്നും ഗ്രഹിച്ചില്ല. കാരണം ഈ ആത്മീക വിഷയങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം അവർക്ക് കഴിയാത്ത വിധം ലൗകികമായി ഉയർച്ചകളെക്കുറിച്ചും നേതൃസ്ഥാനത്തെക്കുറിച്ചും ഒന്നാം സ്ഥാനത്തെക്കുറിച്ചുമൊക്കെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. നോക്കുക, ഇവിടെ കർത്താവ് തുടർന്ന് അവരുടെ ഈ മനോഭാവം മനസ്സിലാക്കിയിട്ട് അവരെ ഒരുമിച്ച് വിളിച്ചിരുത്തി അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നാമനാകുവാൻ ഒരുത്തൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവൻ ഏറ്റവും ഒടുക്കത്തവനായി മാറണം എന്നാണ് കർത്താവ് പറയുന്നത്. ഏറ്റവും പിൻനിരയിൽ പോയി നിൽക്കുക. അങ്ങനെ ഏറ്റവും പിൻനിരയിൽ നിന്ന് മുന്നിലത്തെ നിരയിലേക്ക് എത്തിപ്പെടുന്ന തരത്തിലുള്ള ഒരു സഹന മനോഭാവം ഉണ്ടാകണം എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. കുറുക്കു വഴികളിലൂടെ, എളുപ്പ വഴികളിലൂടെ മറ്റുള്ളവരെ പെട്ടെന്ന് ചവിട്ടി മെതിച്ച് താഴേക്ക് തള്ളിയിട്ടിട്ട് ഒക്കെ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നമുക്ക് ഈ കാലത്ത് ധാരാളമായി കാണുവാൻ സാധിക്കും. പക്ഷെ കർത്താവ് പറയുന്നത് കൃത്യമായ രീതിയിൽ ഒടുക്കത്തെ സ്ഥാനത്ത് നീ നിൽക്ക്, അവസാന സ്ഥാനം മതി നിനക്ക്, പക്ഷെ അവിടെ നിന്ന് നീ പടിപടിയായി ഉയർന്ന് നീ ഒന്നാം സ്ഥാനക്കാരനായി മാറുക എന്നുള്ള ഒരു ചിന്ത കർത്താവ് അവിടെ കൃത്യമായി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞ മറ്റൊരു കാര്യം, നീ ശുശ്രൂഷക്കാരനായി മാറുക എന്നാണ്. ശിഷ്യത്വം എന്ന് പറയുന്നത് ശുശ്രൂഷയുടെ മനോഭാവമുള്ളവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും കർത്താവ് തൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അടുത്ത അധ്യായത്തിൽ, അതായത് മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ ചില വാക്യങ്ങളിൽ 44-45 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കർത്താവ് കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും വന്നതുപോലെ തന്നെ. ഇവിടെ നോക്കുക, ഇങ്ങനെ
നേതൃസ്ഥാനത്തേക്ക് ഒരുവൻ വരണമെങ്കിൽ അവൻ ആദ്യം ദാസനായി മാറണം എന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ മനോഭാവമുള്ള വ്യക്തിയായി മാറണം എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഇന്ന് നേതാക്കന്മാർക്കെല്ലാം മടിയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ തനിക്ക് ശുശ്രൂഷ ചെയ്യണം എന്നത്രേ. എന്നാൽ കർത്താവ് പറയുന്നത്, ഞാൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ ഉള്ള ഒരു പാഠം നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. കർത്താവ് ഈ പാഠം വെറുതെ പറഞ്ഞതല്ല, കർത്താവ് തൻ്റെ ജീവിതത്തിൽ അത് കാണിച്ചു തന്നിട്ടുണ്ട്. ഒടുവിൽ അന്ത്യ അത്താഴവേളയിൽ തൻ്റെ ശിഷ്യന്മാരുടെ പാദം വരെ കഴുകുന്ന വിധത്തിൽ ഏറ്റവും താണ നിലയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷക്കാരനായി മാറുവാനുള്ള കർത്താവിൻ്റെ ആ മനസ്സ് നമ്മൾ കാണുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തി തരുന്നതായ ആ പാഠം കൃത്യമായ രീതിയിൽ ശിഷ്യന്മാർ പിന്തുടരുവാൻ വേണ്ടിയുള്ളതായിരുന്നു. ഇനി നോക്കുക, കർത്താവ് അവിടെ കൃത്യമായ രീതിയിൽ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന മറ്റൊരു കാര്യം, ഒരു ശിശുവിനെ ഇങ്ങനെ മാറോട് അണച്ചു പിടിച്ചിട്ട് കർത്താവ് പറയുന്നു, ഈ ശിശുവിനെ പോലെ മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിക്കുന്നതിന് പകരം എളിയവരെ അംഗീകരിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഏതൊരു മനുഷ്യനെയും നല്ല രീതിയിൽ ബഹുമാനിക്കുവാൻ, ആദരിക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ, അവൻ്റെ വലിപ്പച്ചെറുപ്പങ്ങളെ നോക്കാതെ, പ്രായത്തെ നോക്കാതെ, അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെ നോക്കാതെ, സമൂഹത്തിലെ ഉന്നതികളെയും സ്ഥാനമാനങ്ങളെയും ഒന്നും നോക്കാതെ എല്ലാ മനുഷ്യരെയും, ഏറ്റവും എളിയവരെയും തന്നോടൊപ്പം ചേർത്ത് നിർത്തുവാനുള്ള മനസ്സുണ്ടാവുക, അംഗീകരിക്കുവാനുള്ള മനസ്സുണ്ടാവുക, അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ളവരാണ് നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ഇവിടെ നോക്കുക, ഏറ്റവും ഒടുക്കത്തവനായി മാറുക, അതുപോലെ തന്നെ ശുശ്രൂഷാ മനോഭാവമുള്ളവനായി മാറുക, മറ്റുള്ളവരെ ഒരു കുറവുകളും പരിഗണിക്കാതെ അംഗീകരിക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ മനസ്സ് കാണിക്കുക. ഇതൊക്കെയാണ് നേതൃത്വത്തിൻ്റെ ഗുണങ്ങൾ എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. കർത്താവായ യേശു സ്വർഗത്തിലെ സകല മഹത്വവും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് രക്ഷിക്കുവാനായി തൻ്റെ ജീവനെ കാൽവരി ക്രൂശിൽ കൊടുക്കുന്നതുവരെ എന്തെല്ലാം അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയത് എന്ന് നാം പഠിക്കുന്നുണ്ട്. അവൻ അനുഭവിച്ചതായ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളിലും ക്ലേശങ്ങളിലുമൊക്കെ അവൻ പൂർണ്ണമായ മനസ്സോടെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും താഴ്മയോടുകൂടെ നിന്നുകൊടുക്കുന്നതായ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവനായിരുന്നു എന്ന് വചനം നമ്മളോട് പറയുന്നുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു, എളിയവരിൽ എളിയവരായിത്തീരുന്ന കർത്താവ്, ഒന്നുമില്ലാതെയായിത്തീരുന്ന കർത്താവ്, തന്നെ താൻ ശൂന്യനാക്കി തീർക്കുന്നതായ കർത്താവ്. ആ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത പാഠം ഇന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള പാഠമാണ്. കുടുംബത്തിലായിരുന്നാലും പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണമായിത്തീരുന്നത് എന്താണ്? ഈഗോയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഞാനെന്ന ഭാവം, ഞാനാണ് വലിയ ആൾ എന്നുള്ള ചിന്ത. ഈ ചിന്ത കുടുംബത്തിൽ ഭർത്താവിനുണ്ടായാൽ പ്രശ്നമാണ്, അതുപോലെ ഭാര്യയ്ക്കുണ്ടായാൽ പ്രശ്നമാണ്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലൊക്കെ ഉണ്ടായാൽ അത് പ്രശ്നമാണ്. ഈ കാലഘട്ടത്തിൽ പലപ്പോഴും മക്കൾ കൂടുതൽ വിദ്യാഭ്യാസമൊക്കെ നേടി വരുമ്പോൾ മാതാപിതാക്കൾ പറയുന്ന അഭിപ്രായങ്ങളെ അവർ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ അറിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അതുകൊണ്ട് ഞങ്ങളാണിപ്പോൾ തീരുമാനങ്ങൾ എടുക്കേണ്ട ആളുകൾ, ഞങ്ങളാണ് വലിയവർ എന്നുള്ള ഒരു ചിന്തയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. നോക്കുക, ഇവിടെ എല്ലാ ഇടങ്ങളിലും എങ്ങനെയാണ് മറ്റുള്ളവർക്ക് താഴ്മയോടുകൂടിയുള്ള മനോഭാവത്തിൽ നിന്നുകൊണ്ട് മാതൃകയായി തീരേണ്ടത് എന്നതിനെക്കുറിച്ച് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. എപ്പോഴും താഴ്ന്ന നിലയിൽ നിൽക്കുവാൻ മനസ്സ് കാണിക്കുന്നവർക്കാണ് ദൈവം ഉയർച്ച കൊടുക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം കൃത്യമായ രീതിയിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് കൃത്യമായ ഉദാഹരണം കർത്താവ് തന്നെയാണ്. കർത്താവ് എത്രത്തോളം താഴ്ത്തിയോ അതിനനുസരണമായി കർത്താവിന് എല്ലാ നാമത്തിനും മേലായ നാമം ലഭിച്ചു എന്നുള്ളതാണ്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന നാമമായി കർത്താവിൻ്റെ നാമം മാറ്റപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാക്കോബ് അപ്പോസ്തലൻ നമുക്ക് തരുന്ന ഉപദേശത്തിൽ 4-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുവിൻ എന്നാണ്, അവൻ നിങ്ങളെ ഉയർത്തും. പത്രോസ് അപ്പോസ്തലൻ 1-ാമത്തെ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ ഇതുപോലെ നമുക്ക് തരുന്നു ഒരു ഉപദേശം 6-ാമത്തെ വാക്യത്തിൽ, അത് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് നിങ്ങൾ അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ എന്നാണ്. ദൈവസന്നിധി നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് നമുക്ക് ഉയർച്ചകൾ തന്ന് നമ്മെ അനുഗ്രഹിക്കും നിശ്ചയം. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. വളരെ ചിന്തനീയവും പ്രത്യാശയേറിയതുമായ ഒരു മെസ്സേജായിരുന്നു നാം എല്ലാവരും ഇപ്പോൾ ശ്രവിച്ചത്. അടുത്ത സെഗ്മെൻറ്റിലോട്ട് പോകാം.
അടുത്ത സെഗ്മെന്റ് ദേവസംഗീതം. ദേവസംഗീതത്തിലൂടെ ഒരു ഹൃദയസ്പർശിയായ ഗാനം നമുക്ക് കേൾക്കാം. അടുത്ത സെഗ്മെന്റ് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒന്നാണ്. സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും അപ്ലൈ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് സാർ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടുന്ന ആൾക്കാർ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് പോവുക. നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ, ജോലിയിൽ, തൊഴിൽ ഇടങ്ങളിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഇടങ്ങളിൽ, അല്ലെങ്കിൽ ദൈനംദിനം അല്ലാതെയുള്ള ഇടങ്ങളിൽ ഒക്കെയും പൊതു ഇടങ്ങളിലൊക്കെയും നമുക്ക് ധാരാളം ആളുകളെ അഭിമുഖീകരിക്കേണ്ടതായി വരും. എന്നാൽ ചില ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത്, പാടെയോ അല്ലെങ്കിൽ പകുതിയായോ ഭാഗികമായോ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നിറയെ പേർക്ക് ആളുകളെല്ലാവരെയും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ള ആൾക്കാർ, ഞാൻ പറയാൻ പോകുന്ന ആൾക്കാർ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കും, സ്വസ്ഥത നഷ്ടപ്പെടുത്തിക്കളയും, സമാധാനം നഷ്ടപ്പെടുത്തിക്കളയും. അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്.
അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇന്ന് പറയുക. ഒന്നാമത് വിമർശിക്കുന്ന ആളുകൾ. സാധാരണ വിമർശനം വളരെ നല്ല കാര്യമാണ്. ജീവിതത്തിൽ നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് തരികയും നമ്മളെ തിരുത്താൻ സഹായിക്കുകയും ചെയ്യുന്നവരാണ് വിമർശകർ. എന്നാൽ തകരണം എന്ന വിചാരത്തോടുകൂടെ, എന്ന ചിന്തയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ ചുറ്റുപാടും കാണുവാൻ കഴിയും. അങ്ങനെയുള്ളവരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണ്. എന്തിനും ഏതിനും നെഗറ്റീവ് മാത്രം. അത് ശരിയല്ല, ശരിയാവില്ല, കാണ്ടെന്ന് പറയും അല്ലേ. ശരിയില്ല, ശരിയാവില്ല, നടക്കില്ല, നടക്കാൻ സാധിക്കില്ല, നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് മാത്രം ഏത് കാര്യത്തിനും നെഗറ്റീവ് മാത്രം പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളെ പിന്നോട്ട് എപ്പോഴും പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ആൾക്കാരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അസൂയാലുക്കളായിട്ടുള്ള ആളുകളാണ്. ജീവിതത്തിൽ വളരുന്നതിന് തടസ്സമായിട്ട്, വിഘാതമായിട്ട് അവർ എപ്പോഴും നിൽക്കുകയും നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെയുള്ളവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ഏറ്റവും ആവശ്യം. നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നിങ്ങളുടെ സമയം മെനക്കെടുത്തിക്കുന്ന ആളുകൾ. നിങ്ങൾക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ടായിരിക്കും, എന്നാൽ ടൈം സ്പോയിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ടായി. അവർ വെറുതെ എന്തെങ്കിലും കാര്യം പറഞ്ഞ്, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം അവതാളത്തിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പാഴാക്കുന്ന, നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കാതെ അതിലിടയിൽ കയറിയപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായി ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് സ്വയകേന്ദ്രീകൃതമായിട്ടുള്ള ആളുകളുണ്ട്. സെൽഫ് സെൻട്രിക് എന്ന് പറയും. അവരുടെ കേന്ദ്രം എപ്പോഴും അവർ മാത്രമാണ്. ചുറ്റുപാടുമുള്ള ആൾക്കാരെ അവർ കാണാറില്ല, ചുറ്റുപാടുമുള്ള ആൾക്കാരെ അവർ കേൾക്കാറില്ല, ചുറ്റുപാടുമുള്ള ആൾക്കാരെ അവർ മനസ്സിലാക്കാറില്ല, ചുറ്റുപാടും ആൾക്കാർ ഉണ്ടെന്ന് തന്നെ പലപ്പോഴും അവർ ചിന്തിക്കാറില്ല. അവർക്ക് അവർ മാത്രമാണ് പ്രധാനം, അവർ മാത്രമാണ് അവരുടെ ജീവിതത്തിൻ്റെയും ചിന്തയുടെയും കേന്ദ്രമായി വർത്തിക്കുക. അങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് നിങ്ങളെ പരിഗണിക്കാത്ത ആളുകൾ. അങ്ങനെയുള്ളവരെ ഒഴിവാക്കുക. നിറയെ പേർക്ക് പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തങ്ങളെ പരിഗണിക്കാത്ത ആളുകൾ, ഇപ്പോൾ കൺസ്യൂമറിസത്തെക്കുറിച്ച് പറയുമ്പോൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ കാണിക്കാൻ വേണ്ടിയാണ് സാധനങ്ങൾ വാങ്ങുന്നത് എന്നൊരു ചിന്ത പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമുക്കിഷ്ടമില്ലാത്ത ആൾക്കാരെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി, അവരെ കാണിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ പ്രീതി പിടിച്ചു പറ്റുവാൻ വേണ്ടി ഒരുപാട് സമയവും കഴിവും താലന്തുകളും ചിലവഴിക്കുന്ന ഒരുപാട് പേരെ നമ്മുടെ ചുറ്റും കാണുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ പ്രീണിപ്പിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല, പ്രീണിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അവരെ നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ അവഗണിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളെ അവഗണിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ സമയമോ കഴിവുകളോ ശേഷികളോ ശേമുഷികളോ ഒന്നും പാഴാക്കേണ്ട ആവശ്യം ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഇപ്പോൾ കേട്ട കാര്യങ്ങളെല്ലാം നാം മനസ്സിലാക്കുകയും നമ്മുടെ പ്രവൃത്തിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമ്മുടെ കൊച്ചു കൂട്ടുകാർ ആഗ്രഹിച്ചിരുന്ന സെഗ്മെന്റിലോട്ട് പോവുകയാണ്. കുട്ടിയോളും ഞാനും. ഹലോ, എല്ലാവർക്കും സുഖമായിരിക്കുന്നല്ലോ, സന്തോഷമായിരിക്കുന്നല്ലോ. അപ്പോൾ നമ്മുടെ ആരുണ്ട്? കിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ കിട്ടു സുഖമാണല്ലോ? സുഖമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഥ പഠിക്കാനായിട്ട് പോവുകയാണ്. ഈ കഥ നമ്മുടെ വചനവുമായിട്ട്, യേശുപ്പച്ചൻ്റെ വചനവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പഠിക്കാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കഥയിലേക്ക് പ്രവേശിക്കാം. ഒരിക്കൽ ഒരു ദൈവഭക്തനായ ഒരു മനുഷ്യൻ, ദൈവഭക്തനായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ വിശ്വാസി. അപ്പോൾ കിട്ടൂര് അതൊക്കെ അറിയാം അല്ലേ? കിട്ടും വിശ്വാസിയാണല്ലേ? അപ്പോൾ ഞാനും തോന്നുന്നു അവിശ്വാസിയാണ്. നല്ല വിശ്വാസിയാണ്. അപ്പോൾ ഒരു ദൈവഭക്തനായ ഒരു മനുഷ്യൻ, ദൈവഭക്തനായ ഒരു മനുഷ്യനും ഒരു സാധാരണ ഒരു മനുഷ്യനും കൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഈ കൂടെ നടന്നു പോകുന്ന ആൾക്ക് വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ദൈവത്തെ ഭയമൊക്കെ ഉണ്ട്. മറ്റേ ആൾ വലിയ ജ്ഞാനിയായിട്ടാണ് നടക്കുന്നത്, വലിയ ദൈവഭക്തനാണ്, പണ്ഡിതനാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ച ദൈവവചനം പഠിച്ച ഒരു വ്യക്തിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും പുലിയും കടുവയൊക്കെ ഉള്ളൂ. പുലിയും കടുവയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു പുലി അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ചാടി വീണു കേട്ടോ. ചാടി വീണപ്പോഴത്തേക്കും ഈ കൂടെ നടന്ന വ്യക്തി പറഞ്ഞു, നമുക്ക് ഓടി രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദൈവഭക്തനായ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? പുള്ളിക്കാരൻ പറഞ്ഞു, നമ്മളെന്തിന് പേടിക്കണം, നമ്മളെന്തിന് ഓടണം, നമുക്കിങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാം, നമ്മുടെ കൂടെ ദൈവമുണ്ട്, അതുകൊണ്ട് ദൈവം നമ്മളെ രക്ഷിച്ചോളും എന്നങ്ങ് പറഞ്ഞു കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്നു. അപ്പോൾ ഈ കൂടെ ഉള്ള വ്യക്തി എന്തെന്നറിയാമോ? ഒരൊറ്റ ഓട്ടം ഓടി ഒരു മരത്തിൻ്റെ മുകളിലൊക്കെ കയറി എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. അവിടെ ഇരുന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഈ ദൈവഭക്തനായ മനുഷ്യൻ
ഈ ജ്ഞാനിയെന്ന് നടിച്ചിരിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ വിട്ടുകൊടുത്തിട്ട് ഇങ്ങനെ നിന്നു. ദൈവം എന്നെ രക്ഷിക്കും. എന്ത് സംഭവിച്ചു? പുലി പിടിച്ചാണ്. അത് തന്നെ സംഭവിച്ചു. പുലി എന്ത് ചെയ്യുന്നറിയാമോ? ഓടി വന്ന് ഇദ്ദേഹത്തെ പിടിച്ചു. പിന്നെ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. പുലിയുടെ മുമ്പിൽ പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ മരണം തന്നെ അല്ലേ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കൽ യേശുപ്പച്ചൻ ഇങ്ങനെ സ്നാനമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉപവസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഉപവസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കറിയാം അല്ലേ, യേശുപ്പച്ചന് വിശന്നപ്പോഴത്തേക്കാണ് പിശാച് യേശുപ്പച്ചനെ പരീക്ഷിക്കാനായിട്ട് വന്നു. യേശുപ്പച്ചൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിനക്ക് പിന്നെ ദൈവിക ശക്തിയൊക്കെ ഉള്ളതല്ലേ, പിന്നെ നീ ഈ കല്ലിനെ അപ്പമായി തീരാനായിട്ട് കൽപ്പിക്കുക എന്ന് പറഞ്ഞു അല്ലേ. കല്ലിനെ അപ്പമായി തീരാനായിട്ട് കൽപ്പിച്ചിട്ട് ആ അപ്പമായി തീരുമ്പോഴത്തേക്കും ആ അപ്പം ഭക്ഷിച്ചാൽ മതിയല്ലോ നിൻ്റെ വിശപ്പടക്കാനായിട്ട് പറഞ്ഞു അല്ലേ. പക്ഷേ യേശുവിനത് സാധിക്കും. യേശുപ്പച്ചൻ എന്ത് ചെയ്യുന്നറിയാമോ? അങ്ങനെ ചെയ്തോ? ഇല്ല. അങ്ങനെ ചെയ്തില്ല. യേശുപ്പച്ചൻ പറഞ്ഞു, നീ നിൻ്റെ കർത്താവായ ദൈവത്തെ പരീക്ഷിക്കരുത് അല്ലേ, പരീക്ഷിക്കരുത്, കർത്താവിനെ പരീക്ഷിക്കരുത്, ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യേശുപ്പച്ചൻ പിശാചിനെ ആ പരീക്ഷയിൽ നിന്ന് ജയിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം, ചില സമയങ്ങളിലെല്ലാം നമ്മളിങ്ങനെ ദൈവത്തെ പരീക്ഷിക്കുന്നവരാകരുത്. ഇവിടെ ഈ പണ്ഡിതൻ, ഈ ജ്ഞാനിയായ മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു പിന്നെ ദൈവം നോക്കിക്കോളും, നമ്മളിങ്ങനെ പേടിച്ചോടേണ്ട കാര്യമൊന്നുമില്ല, നമ്മളെ ദൈവം രക്ഷിച്ചോളും. ഒരിക്കലും ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവം നമുക്ക് ബുദ്ധിയും അറിവും വിവേകവും ഒക്കെ തന്നത് നമ്മുടെ ആപത്തുകളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ അതിനെ തരണം ചെയ്യാൻ തക്കവണ്ണമുള്ള, അതിനെ വിജയിക്കാൻ തക്കവണ്ണമുള്ള ബുദ്ധി പ്രയോഗിക്കുക എന്നുള്ളതാണ് അല്ലേ. പഠിക്കുന്ന കൂട്ടുകാരാണ് നിങ്ങൾ. പഠിക്കാതിരുന്നിട്ട് ദൈവം എനിക്ക് ആ പരീക്ഷയുടെ സമയമാകുമ്പോൾ ഉത്തരങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിൽ കാണിച്ചു തരും എന്നൊന്നും പറഞ്ഞ് പരീക്ഷയ്ക്ക് പോയിരിക്കരുത് അല്ലേ. മനസ്സിലായി? എന്ത് മനസ്സിലായി? ഞാൻ 5ാം ക്ലാസ്സിൽ തോറ്റു. 5ാം ക്ലാസ്സിൽ തോറ്റൻ്റെ കാര്യം എന്താ? ഞാൻ പഠിക്കാതെ പോയി. പഠിക്കാതെ പോയി. എന്നിട്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പഠിക്കാതെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ജയിക്കുകയൊന്നുമില്ല കേട്ടോ. അത് ദൈവം നമ്മളോട് പിന്നെ ശിക്ഷിക്കാനായിട്ട് ഇടയായിത്തീരും. നന്നായിട്ട് പഠിക്കുക, മിടുക്കരായി വളരുക. എല്ലാവിധമായ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. അപ്പോൾ കഥ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. അപ്പോൾ ഇവിടെയും ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? ചോദ്യം ഇത് തന്നെയാണ്. യേശുപ്പച്ചനെ പിശാച് കല്ലിനെ അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞ് പരീക്ഷിച്ചപ്പോൾ യേശു കൊടുത്ത മറുപടിയും അത് ഏത് പുസ്തകത്തിൽ, എത്രാമത്തെ അധ്യായത്തിൽ, എത്രാമത്തെ വാക്യമെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് സമ്മാനമുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ ബൈ. ബൈ ബൈ. കൂട്ടുകാർക്കെല്ലാം ബൈബിൾ ഭാഗം ഇഷ്ടമായല്ലോ? ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അങ്കിൾ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേട്ടുവല്ലോ. ചോദിച്ച ചോദ്യങ്ങൾക്ക് ശരിയായ മറുപടി നിങ്ങൾ എഴുതി അറിയിക്കുക. എഴുതി അറിയിക്കേണ്ട അഡ്രസ്, വാട്സപ്പ് നമ്പർ ഞങ്ങൾ നൽകുന്നതാണ്. സ്വർഗസ്ഥ പ്രോഗ്രാമിൻ്റെ അവസാനത്തെ സെഗ്മെൻറ്റ് ദൈവസന്നിധി. നാം ഏവരും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും ആയിരിക്കുക. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിയായി സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ദൈവമേ, സ്വർഗീയ കർത്താവേ, നൽകപ്പെട്ട ഈ നല്ല ദിനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ നല്ല നിമിഷം ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും അവരോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റു സഹപ്രവർത്തകരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള നാഥനെ, അവിടുന്ന് തന്നെ മരുന്നായിട്ടും വൈദ്യനായിട്ടും ഡോക്ടറായിട്ടും നിന്ന് പ്രിയദാസരിലൂടെ നിൻ്റെ അത്ഭുതകരമായ അനുഗ്രഹങ്ങളെ, ശാരീരികമായ പ്രയാസങ്ങളിൽ അനുഭവിക്കുന്ന ഓരോ മക്കളും അനുഭവിപ്പാൻ തക്കവണ്ണം, സന്തോഷം പ്രാപിപ്പാൻ തക്കവണ്ണം, അവിടെ ശുശ്രൂഷ അവർക്ക് അനുഗ്രഹപ്രദമായി ഇരിപ്പാൻ തക്കവണ്ണം സ്വർഗസ്ഥ പിതാവേ, നിൻ്റെ ആത്മീക അനുഗ്രഹത്തെ നൽകി ഓരോ മക്കളുടെ മേലും അങ്ങ് നിറയ്ക്കുമാറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന ശുശ്രൂഷ അവിടുന്ന് മാനിക്കണമേ. അവിടെ കരങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. അത് മുഖാന്തരം അനേക രോഗികൾ സൗഖ്യമാകുവാനും സന്തോഷം അനുഭവിക്കുവാനും സമാധാനം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ദൈവമേ, ഹോസ്പിറ്റലുകളിൽ, ഭവനങ്ങളിൽ, മറ്റിതരയിടങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഓരോ മക്കളെയും അവിടുത്തെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം നൽകി അവർക്ക് മരുന്നും വൈദ്യനുമായി കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും അവിടുന്ന് പരിപാലിക്കുന്ന ആ സ്നേഹം തുടർന്ന നാളുകളിലും
തുടർന്ന് അവരുടെ പ്രവർത്തന മേഖലകളിലും കർത്താവരുടെ കരങ്ങളിലും ഒക്കെ അവിടുത്തെ സിരുസാന്നിധ്യം കൊണ്ട് നിറച്ച് അവരെ കാത്തൊരു സംരക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്തവും ക്രിസ്തയേശു മുഖാന്തരം ഞങ്ങൾ യാചിക്കുമ്പോൾ ഞങ്ങളുടെ എളിയ യാചനകൾക്ക് മറകണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായെന്ന് കരുതുന്നു. ഇത് ശ്രവിച്ച എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉത്തരങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. Our new address, Christian Media Center, number 105, Pantheon Road, 2nd floor, Egmore, opposite to Egmore Museum, Chennai, 600008. Our phone number 044 2432 0488.